നേതാവാണ്. മടവൂർ കാഫില എന്ന് പറയുമ്പോ സിറാജുദ്ദീൻ ലത്തീഫി ഉസ്താദല്ലേ, അദ്ദേഹം CM അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളെ ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന CM അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു മുരീദാണ്. അല്ല, അദ്ദേഹത്തിന്റെ മദ്ഹുകള്, അദ്ദേഹത്തിന്റെ കറാമത്തുകളൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഈ കാബില, മടവൂർ കാബില എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ കറാമത്തുകളാണ്, ഞാൻ എപ്പോഴും കേൾക്കുന്നതാണ്. അവിടെ അനുഭവസ്ഥരായ ആൾക്കാരാണ് ഇതിൽ സംസാരിക്കുന്നത്. CM അലൈഹി സ്വലാത്തു വസ്സലാം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരും അനുഭവത്തിലുള്ള ആൾക്കാരാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭക്തി ഉണ്ടാവുമല്ലോ. CM അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ലോകത്തിന്റെ നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ, അതിനെക്കുറിച്ച് ധാരാളം വീഡിയോസ് ഉണ്ട് ചാനലിൽ. ഞാൻ മിക്കപ്പോഴും കേൾക്കുന്നതാണ്. ഇതൊക്കെ കുത്തിത്തിരിപ്പാണെന്നേ, വൈരാഗ്യം. കമ്മ്യൂണിസ്റ്റ് സർക്കാരാണല്ലോ, കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഇതുകൊണ്ടാണ് പോലീസുകാർ വന്നത്. അദ്ദേഹം ഇത് അത്തിപ്പഞ്ചർ ചികിത്സയൊക്കെ ചെയ്ത് ഇത് റെഡിയായതാണ്. അപ്പോ എന്തോ ഒരു ബോധരഹിതമായിട്ട് മരിച്ചിട്ടുണ്ടാവില്ലെന്നറിയില്ലല്ലോ. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ പിന്നെ അത് കീറി പൊളിച്ചൊക്കെ ഇതാക്കുമ്പോ മരിക്കും. ഹാർട്ടൊക്കെ പൊളിക്കുമല്ലോ, നെഞ്ചൊക്കെ പൊളിച്ചിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തത്. പോലീസുകാർ കൊണ്ടിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തത് അത് അവിടെ വെച്ചിട്ട് എന്തോ ഒരു ഇതൊക്കെ ചെയ്യില്ലല്ലോ. റാത്തിയുണ്ട്. പിന്നെ CM അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് വിളിച്ചു വരുത്തി കഴിഞ്ഞാല് വന്നിട്ട് ജീവിപ്പിക്കും, മനസ്സിലായില്ലേ? അതിനു വേണ്ടിയുള്ള പരിശ്രമം വരും. പക്ഷെ അതിനു മുമ്പ് തന്നെ പോലീസുകാർ വന്നിട്ട്, അവിടെയുള്ള ആൾക്കാർ വഹാബികളാണല്ലേ, അവരൊക്കെ കൂടെ ആരൊക്കെ പോലീസിനെ അറിയിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കിയതാ. അത് ചിലപ്പോ ഒരു 30 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. ചിലപ്പോ CM അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ചെയ്യും. മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ ചെയ്യും, മുഹമ്മദ് നബിയിലേക്ക് വിളിക്കും, അല്ല ഈസാ നബിയിലേക്ക് വിളിച്ചിട്ട് വരുത്തിയിട്ടൊക്കെ ചെയ്യും. CM-നെ വിളിച്ചത് അതുകൊണ്ട് ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ടാണ് ജീവൻ ഒപ്പിക്കുന്നത്. ഇത്രയും നടന്ന സംഭവങ്ങളുണ്ടായിരുന്നു. CM അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളെ വന്നിട്ട് ജീവിപ്പിക്കും. അതിനാണല്ലോ അള്ളാഹു നേരിട്ടല്ല ചെയ്യുന്നത്. സബബായിട്ട് ഔലിയാക്കളും അമ്പിയാക്കളും കറാമത്ത് മൂവിത്തുണ്ട്. അതുകൊണ്ടാണ് ചെയ്യുന്നത്. സ്വയം കഴിവല്ല ഇവർ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ കഴിവ് കൊടുത്തേക്കാണല്ലോ. അപ്പൊ അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ കഴിവ് ഇവർക്ക് കൊടുത്തപ്പോ ഇവർ ജീവിപ്പിക്കും, മനസ്സിലായില്ലേ? അല്ലാതെ സ്വയം കഴിവല്ല, അള്ളാഹുവിന്റെ കഴിവ് ലഭിച്ചതിനാലാണ് ഇവർ ജീവിപ്പിക്കുന്നത്. നമ്മള് അങ്ങനെ വിശ്വസിക്കാനുള്ള, അല്ലാതെ അള്ളാഹു തന്നെയാണ് അനല്ലാന്ന് പറയാൻ അർഹത ആർക്കാണ്? അനല്ലാന്ന് പറയാൻ ആർക്കാണ് അർഹത? ലോകത്ത് ആർക്കും അർഹതയുണ്ടോ? അതാണ് CM അലൈഹി സ്വലാത്തു വസ്സലാം. നിങ്ങൾ അള്ളാഹുവായിട്ട് ലയിച്ച് ചേർന്നതല്ല, അള്ളാഹുവായിട്ട് ചേർന്നതാ.